ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് ബഹുമാനപ്പെട്ട മാത്യു വേങ്ങക്കുന്നിൽ അച്ഛൻ്റെ കൂടെയാണ്. അച്ഛൻ ഒരു വലിയ ദിവ്യകാരുണ്യ ഭക്തനാണ്. മാത്രമല്ല, തലശ്ശേരി അതിരൂപതയുടെ ധ്യാന കേന്ദ്രമായ മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ വർഷങ്ങളോളം ധ്യാന ഗുരുവായി സേവനം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തലശ്ശേരി അതിരൂപതയിലും പുറത്തുമൊക്കെയായി വൈദിക വിദ്യാർത്ഥികളെയും വൈദികരൊക്കെ ധ്യാനിപ്പിക്കുവാനായിട്ട് പോകുന്ന ഒരാളും കൂടിയാണ്. ദിവ്യകാരുണ്യ അത്ഭുതം വിളക്കന്നൂർ സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആ തിരുവോസ്തി രൂപതാ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും തുടർന്ന് നാളുകളത്തെ പഠനത്തിന് ശേഷം വീണ്ടും ഇടവകയിലേക്ക് തിരിച്ചു നൽകുകയും ചെയ്തിരുന്നു. തിരിച്ചു നൽകിയതിന് ശേഷം അച്ഛൻ അവിടെ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ആ ദിവ്യകാരുണ്യ തിരുമുഖം, ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ദിവ്യകാരുണ്യം ആ ദേവാലയത്തിൽ സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അച്ഛൻ അവിടെ വികാരിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ അച്ഛനവിടെ ചെയ്യുകയുണ്ടായി. മാത്രമല്ല, ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്ന തരത്തിലുള്ള പല പ്രവൃത്തികളിലും ഇടവകളിൽ മാത്രമല്ല പലയിടങ്ങളിലും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട മാത്യു അച്ഛൻ. അച്ഛ, ഹൃദ്യമായ സ്വാഗതം. അച്ഛൻ വിളക്കന്നൂര് ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ഇപ്രകാരം ഒരു കാര്യം ഉള്ളത് അച്ഛൻ അറിയാം. ദിവ്യകാരുണ്യം അവിടെ ഉണ്ട്, ഈശോയുടെ തിരുമുഖം പതിഞ്ഞത്. അച്ഛൻ അതിനെക്കുറിച്ച്, ആ ഉത്തരവാദിത്വം ഏറ്റതിനെ കുറിച്ചും അതിനുശേഷം അവിടെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ അച്ഛൻ? തീർച്ചയായിട്ടും. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയം ലോകത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് 2013 നവംബർ മാസം 15 വെള്ളിയാഴ്ച രാവിലെ മുതലാണ്. അന്ന് ലോകം അറിയപ്പെടാനുള്ള കാരണം, അന്ന് പരിശുദ്ധ കുർബാന രാവിലെ പ്രഭാത ബലി അർപ്പിക്കുന്ന സമയത്ത് റൂഹാക്ഷണ പ്രാർത്ഥന കഴിയുമ്പോൾ അർപ്പിക്കുന്ന തിരുവോസ്തിയിൽ ആദ്യം ഒരു കറുത്ത പാട് ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട തോമസ് പതിക്കലച്ചൻ കാണുകയും അല്പസമയം കഴിയുമ്പോഴേക്കും തിരുവോസ്തിയിൽ അത് പടരുകയും അവിടെ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞ് വരികയും ചെയ്തു. അത് കുർബാനയിൽ പങ്കെടുത്ത 62 പേരും അത് കാണുകയും തുടർന്ന് അത് എല്ലാവരും അറിഞ്ഞ് പെട്ടെന്ന് തന്നെ 10,000 അവിടേക്ക് ഓടിയെത്തുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതായിരുന്നു ഇതിൻ്റെ എല്ലാം തുടക്കം. ഈ അത്ഭുതം നടന്നത് 2013 നവംബർ 15 വെള്ളിയാഴ്ചയാണെങ്കിൽ 2 ദിവസങ്ങൾക്ക് ശേഷം ഞായറാഴ്ച 17-ാം തീയതി അതിരൂപതാധ്യക്ഷ നിർദ്ദേശപ്രകാരം ഉപരിപഠനത്തിനും നിരീക്ഷണത്തിനും വേണ്ടി തലശ്ശേരിയിലേക്ക് കൊണ്ടുപോയി. അവിടെ 5 വർഷങ്ങൾ ആ നിരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം വീണ്ടും ഈ തിരുവോസ്തിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് അത് അസാധാരണമായ സംഭവമാണ് എന്ന് മനസ്സിലാക്കിയ സഭാധികാരികൾ തിരിച്ച് വിളക്കന്നൂരേക്ക് കൊടുത്തു വിടുകയും ഇവിടെ പൊതുവണക്കത്തിനായി സ്ഥാപിക്കുകയും ചെയ്തു. 2018 സെപ്റ്റംബർ മാസം 21-ാം തീയതി അന്ന് വിളക്കന്നൂർ ഇടവകയുടെ ബഹുമാനപ്പെട്ട വികാരിയായ ജേക്കബ് കുറ്റിക്കാട്ടുന്നേലച്ചൻ്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹവും അതുപോലെ അയൽ പ്രദേശത്തുള്ള വിശ്വാസികളും ചേർന്ന് വളരെ ആഘോഷമായി ഈ തിരുശേഷിപ്പ് വിളക്കന്നൂർ കൊണ്ടുവരികയും അത് അവിടെ പ്രതിഷ്ഠിക്കുകയും തുടർന്നുള്ള നാളുകളിൽ ധാരാളം ആളുകൾ ഈ തിരുശേഷിപ്പിൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവിടെ വരികയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് 2019 മെയ് മാസം ഞാൻ അവിടെ വരാനായിട്ട് ഇടയായത്. അവിടെ വരാൻ കഴിഞ്ഞത് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമായി ഞാൻ ഇന്നും കണക്കാക്കുന്നു. അവിടെ വെച്ച് ചെയ്യാൻ ഇടയായ കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ കൂടെ ഈ സമയം ഞാൻ വിനിയോഗിക്കുകയാണ്. പരിശുദ്ധ കുർബാനയിലുള്ള സജീവമായ സാന്നിധ്യത്തെ എപ്പോഴും ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് സഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത്. അത് സഭയുടെ ആരാധനാക്രമത്തോടും സഭയുടെ ബലിയോടും പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ തിരുസാന്നിധ്യത്തെ കൂടുതൽ ഉറപ്പിക്കുവാനും വേണ്ടി ചില അടയാളങ്ങൾ എന്ന നിലയിലാണ് ലോകത്ത് ഇതുവരെയുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളും നടന്നത്. അത്തരം ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ ഒന്നായി ഇത് പരിഗണിക്കപ്പെട്ടുകൊണ്ടാണ് അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. താങ്ക് യു അച്ഛൻ. അപ്പം തുടർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അച്ഛൻ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വളരെ കൃത്യമായൊരു വിവരണം നൽകിയിട്ടുണ്ട്. ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് നവംബർ 13 എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കാരണം റോമിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് നവംബർ 13 ഒരു ഡേറ്റിലാണ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. അച്ഛൻ പറഞ്ഞപ്പോഴാണ് നവംബർ 15 എക്സാക്ട്ലി നടന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിച്ചു. അതൊരു തിരുത്തലായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നവംബർ 15 2013 നവംബർ 15 ഈ ഒരു അത്ഭുതം നടക്കപ്പെട്ടത് എന്നുള്ളത് അത് തിരുത്തലായിട്ട് സൂചിപ്പിക്കുകയാണ്.
അച്ഛാ, മാത്രമല്ല ദിവികാരുണ്യ അത്ഭുതം പലതരത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ തിരുശരീരം അത് മാംസമായി മാറുന്നു, ഇല്ലെങ്കിൽ അത് രക്തമായി മാറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കാണും. പക്ഷെ ഇവിടെ സംഭവിച്ചത് ഈശോയുടെ തിരുമുഖമാണ് അതിൽ പതിഞ്ഞത്. അതിനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പഠനങ്ങൾ പറയുന്നത് അന്നുണ്ടായിരുന്ന തിരുവോസ്തി അതേപോലെ തന്നെ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. അതിന്റെ ഫോമിലോ ഒന്നും വ്യത്യാസം സംഭവിച്ചിട്ടില്ല എന്ന് പറയും. എന്താണ് ഈ പറയുന്ന ഒരു വ്യത്യാസം, എന്താണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്നും കൂടെ അച്ഛൻ പറയാൻ സാധിക്കും? ലോകത്ത് ഇതുവരെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 139 ദിവ്യകാരുണ്യ അത്ഭുതങ്ങളാണ് ഉള്ളത്. വിളക്കന്നൂരത്തേത് 140ാമത്തെ ദിവ്യകാരുണ്യ അത്ഭുതമായിട്ടാണ് വരുന്ന മെയ് മാസം 31-ാം തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത്. ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിലും തിരുവോസ്തി ഈശോയുടെ ശരീരമായി മാംസമായി രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ് എല്ലായിടത്തുമുള്ള ഇതുവരെയുള്ള അത്ഭുതത്തിൻ്റെ പ്രത്യേകത. എന്നാൽ വിളക്കന്നൂർ സംഭവിച്ചത് അതല്ല, അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ്. കാരണം തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയായിരുന്നു. അത് വളരെ വ്യത്യസ്തമാണ്. അത് മാംസമായി ബാഹ്യരൂപത്തിൽ മാറ്റം വന്ന് ഈശോയുടെ തിരുശരീരമായി രൂപമെടുക്കുകയല്ല. അതിനപ്പുറത്ത് തിരുവോസ്തിയിൽ സത്യമായും ഈശോ ഉണ്ട് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി, തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അടയാളം എന്ന പോലെ അതിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മനുഷ്യൻ്റെ ഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ ഇതുവരെ വരച്ചിട്ടില്ലാത്തതുമായ 2 തിരുമുഖ ചിത്രങ്ങളാണ് ലോകത്തിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. 2 തിരുമുഖങ്ങൾ. ബാക്കിയുള്ള എല്ലാ ചിത്രങ്ങളും, ഈശോയുടെ ചിത്രങ്ങളും ഏതെങ്കിലും ഒരു കലാകാരന്റെ ഭാവനയിൽ ഉണ്ടായതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി മനുഷ്യഭാവനയിൽ വിടരാത്തതും മനുഷ്യൻ വരയ്ക്കാത്തതുമായ 2 ചിത്രങ്ങളിൽ ഒന്നാമത്തത് ഈശോയുടെ കാൽവരിയിലേക്കുള്ള പീഡാസഹന വഴികളിൽ, കുരിശിന്റെ വഴിയിൽ ഭക്തയായ വേറോനിക്ക ഈശോയുടെ തിരുമുഖം തൻ്റെ കയ്യിലിരുന്ന തൂവാല കൊണ്ട് തുടച്ചപ്പോൾ ആ തൂവാലയിൽ ഈശോ പതിപ്പിച്ചു കൊടുത്ത ഈശോയുടെ തിരുമുഖമാണ്. വേറോനിക്കായിക്ക് ഈശോയുള്ള അഗാധമായ സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി തൻ്റെ തൂവാലയെടുത്ത് ക്രിസ്തുവിൻ്റെ രക്തം പുരണ്ട തിരുമുഖം തുടച്ചപ്പോൾ ആ തിരുമുഖത്തിൻ്റെ ഛായ ഈശോ വേറോനിക്കായുടെ കയ്യിലെ തുവാലയിൽ പതിപ്പിച്ചു കൊടുത്ത മഹാസംഭവം ഉണ്ടാകുന്നത് ഈശോ കാൽവരിയിലേക്ക് കുരിശും ചുമന്നുകൊണ്ടുള്ള യാത്രാവേളയിലാണ്. ഇതാണ് ലോക ചരിത്രത്തിൽ ആദ്യമായി ഈശോയുടെ തിരുമുഖം വേറോനിക്കായുടെ കയ്യിലെ തുവാലയിൽ ലഭിച്ച തിരുമുഖത്തിൻ്റെ ചിത്രമാണ്. രണ്ടാമത്തത് ഈശോയുടെ മരണത്തിന് ശേഷം മൃതശരീരം കല്ലറയിൽ അടക്കിയപ്പോൾ ആ മൃതശരീരത്തെ പൊതിയാൻ ഉപയോഗിച്ച തിരുക്കച്ചയിൽ ഉത്ഥാന സമയത്ത് അതിൽ പതിഞ്ഞ മറ്റൊരു തിരുമുഖമാണ്. ഈശോയുടെ തിരുക്കച്ചയിൽ പതിഞ്ഞ തിരുമുഖമാണ് രണ്ടാമത്തെ തിരുമുഖം. അപ്പൊ അങ്ങനെ 2 തിരുമുഖങ്ങൾ മാത്രമേ മനുഷ്യൻ വരയ്ക്കാത്തതായി ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2013 നവംബർ 15 ബലിയർപ്പണ സമയത്ത് വിളക്കന്നൂര് തിരുമുഖത്തിന്റെ ചിത്രം അതിൽ പതിയുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ തിരുമുഖത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇത് ലോകം മുഴുവൻ അറിയുകയും യഥാർത്ഥത്തിൽ ഈശോ എങ്ങനെയായിരുന്നു, ഈശോയുടെ രൂപം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സഹായകമായ ശ്രദ്ധേയമായ ഒരു രൂപമായി അത് മാറുകയാണ്. അതുകൊണ്ടാണ് മറ്റ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളിൽ നിന്ന് എല്ലാം വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യ അത്ഭുതം വ്യത്യസ്തമാണ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അച്ഛൻ തീർച്ചയായിട്ടും ഈ പറഞ്ഞ തിരുമുഖങ്ങൾ, അതായത് വേറോനിക്കായി ദൈവം കൊടുത്ത ആ തുണിയിൽ പതിഞ്ഞ തിരുമുഖം, അതിനുശേഷം തിരുക്കച്ചയിലുള്ള തിരുമുഖം, ഇപ്പോൾ ദിവ്യകാരുണ്യ അത്ഭുതത്തിൽ ഈശോയുടെ തിരുമുഖം, അച്ഛൻ ഇത് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇത് 3 ചിത്രങ്ങൾ താരതമ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഞാൻ പറയാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന വിഷയവും അത് തന്നെയാണ്. ഈ തിരുമുഖത്തിൻ്റെ അടുക്കൽ വിളക്കന്നൂർ ഇടവകയിൽ വികാരിയായി വന്നതിന് ശേഷം എത്രയോ ദിവസങ്ങളും മണിക്കൂറുകളും ഈ തിരുമുഖത്തിൻ്റെ മുൻപിൽ ഞാൻ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവിടെ തീർത്ഥാടകരായി വരുന്നവരോട്
2013 നവംബർ മാസം 15-ാം തീയതിയിലെ ഈ അത്ഭുതത്തെക്കുറിച്ച് പറയുക സ്വാഭാവികമായിരുന്നു. ഇങ്ങനെ അവരുമായി സംസാരിക്കുകയും നിരന്തരമായി ഒരു ദിവ്യകാരുണ്യ തിരുമുഖ ധ്യാനാനുഭവത്തിൽ ആയിരിക്കുകയും ചെയ്ത നാളുകളിൽ ഇതിനോട് എനിക്ക് അഗാധമായ ഒരു സ്നേഹമുണ്ടാകാനുള്ള 2-3 വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അത് എനിക്ക് മാത്രം അറിയാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. സുനിച്ചത് ചോദിച്ചുകൊണ്ട് എനിക്കത് പറയാനുള്ള അവസരമുണ്ടായി. ഒന്നാമത്തെ കാര്യം, ഈ തിരുമുഖത്തോട്, ഈ തിരുവോസ്തിയോട് എനിക്ക് അടിസ്ഥാനപരമായി വിശ്വാസമുണ്ടായ ഒന്നാമത്തെ കാരണം, ഒരു സാധാരണ ഗോതമ്പ് അപ്പത്തിന് 1 മാസത്തിലധികം കേടുകൂടാതെ നിലനിൽക്കാൻ കഴിവില്ല എന്ന് അറിയാമായിരുന്നിട്ടും 5 വർഷമായി ഈ തിരുവോസ്തിയിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല എന്നും യാതൊരു കേടും അതിൽ പൂപ്പലോ അതുപോലെയുള്ള മറ്റൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ തിരുമുഖം പതിഞ്ഞതിനേക്കാൾ അധികമായി എന്നെ ആദ്യം ഇതിലേക്ക് ആകർഷിച്ചത്. അപ്പോൾ ഈ തിരുമുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ പിന്നീട് ഞാൻ കാണുന്നത് ഒരു 3D മുഖമായിരുന്നു. ഒരു ചിത്രം എന്ന പോലെയല്ല, ശരിക്കും ഒരാൾ നിൽക്കുന്നത് പോലെ കാണാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അതെന്നെ കൂടുതൽ അനേക സമയം, മണിക്കൂറുകൾ ഈ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, വർഷങ്ങളായി ഞാൻ എൻ്റെ മുറിയിൽ സൂക്ഷിക്കുന്ന ഒരേ ഒരു ഈശോയുടെ ചിത്രമേ ഉള്ളൂ. ഈ തിരുമുഖം പ്രത്യക്ഷമാകുന്നതിനും മുൻപ് തന്നെ എൻ്റെ മുറിയിൽ ഞാൻ സൂക്ഷിച്ചിരുന്നത് തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖമാണ്. ആ തിരുമുഖം മാത്രമാണ്. അപ്പോൾ ഈശോയുടെ തിരുമുഖത്തേക്ക്, തിരുവോസ്തിയിൽ പതിഞ്ഞ തിരുമുഖത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ എനിക്ക് വളരെ പെട്ടെന്ന് ഈശോയുടെ തിരുമുഖത്തിൻ്റെ ചിത്രം ഈ തിരുവോസ്തിയിൽ പതിഞ്ഞതും 2000 വർഷങ്ങൾക്ക് മുൻപ് തിരുക്കച്ചയിൽ പതിഞ്ഞ ഈശോയുടെ തിരുമുഖവും ഒരേ വ്യക്തിയുടെ 2 ഭാവങ്ങളുള്ള മുഖങ്ങളാണ് എന്ന് മനസ്സിലായി. അതെൻ്റെ ജീവിതത്തെ വല്ലാതെ മാറ്റിമറിച്ച സംഭവമാണ്. കാരണം ഇത് രണ്ടും ഒന്നാണെങ്കിൽ യഥാർത്ഥത്തിൽ തിരുമുഖത്തെക്കുറിച്ച്, തിരുക്കച്ചയിലെ തിരുമുഖത്തെക്കുറിച്ച് എന്തുമാത്രം ശാസ്ത്രീയമായ പഠനങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. അത് സത്യമാണെന്ന് സഭ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ വിളക്കന്നൂർ സംഭവിച്ചതും സത്യമാണ് എന്ന് എനിക്ക് ബോധ്യമായി. ഇനി മൂന്നാമതായി, ഈശോയുടെ തിരുമുഖത്തിൻ്റെ മുൻപിൽ ഇരുന്ന് പ്രാർത്ഥിച്ച അനേക ആളുകൾ പിന്നീട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ കുറിച്ച് നേരിട്ട് പറയുകയും പലരും അത് എൻ്റെ കയ്യിൽ എഴുതി തരികയും ചെയ്തിട്ടുണ്ട്. അത് ഞാനൊരു ഫയലായി വിളക്കന്നൂർ പള്ളിയിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പോൾ അനേകരുടെ സാക്ഷ്യങ്ങൾ മൂന്നാമതായി എന്നെ ഇത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട്. നാലാമതായി, വളരെ സാന്ദർഭികമായി ദൈവം ഈ തിരുമുഖത്തിൻ്റെ മുൻപിലിരിക്കുമ്പോൾ എന്നെ വഴി നടത്തിയ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അതിലൊന്നാണ് തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള അറിവ്. തീർച്ചയായിട്ടും ഒരു വലിയ ഒരു ദൈവാനുഭവത്തിന്റെ നിമിഷങ്ങളായിരുന്നിരിക്കണം അച്ഛൻ ആ നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ഇനി അതോടൊപ്പം തന്നെ അച്ഛൻ ആ സമയത്ത് ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു തിരുമുഖ നൊവേനയുടെ ഒരു രൂപീകരണം. ഒരു തിരുമുഖ നൊവേനയൊക്കെ അച്ഛൻ രൂപീകരിച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതുന്നതിലും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ രൂപീകരിക്കുന്നതിനും വളരെ നല്ലൊരു സിദ്ധിയുള്ള ആളാണെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ അതിന്റെ ഒരു ഫോർമേഷനെ കുറിച്ച് അച്ഛനൊന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഞാൻ പറയാം. എനിക്ക് വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. അത് ഈശോയുടെ തിരുമുഖത്തിന്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വരുന്ന തീർത്ഥാടക സമൂഹത്തിൽപ്പെട്ട മിക്കവാറും എല്ലാവരെയും ഞാൻ കാണുകയും അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നിൽക്കുന്നതിനിടയിൽ വളരെ സാന്ദർഭികമായി ഞാൻ ഈശോയുടെ തിരുമുഖത്തിൻ്റെ മെഡല് കഴുത്തിൽ ധരിച്ചുകൊണ്ടുവന്ന ഒരു വന്യ പുരോഹിതനെ കണ്ടു. അദ്ദേഹം പലപ്പോഴും ആരും അറിയാതെ ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ ശാന്തമായിരുന്ന് മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചിട്ട് കടന്നു പോകുന്നതും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ വിളക്കന്നൂര് തിരുവോസ്തിയിൽ ഇങ്ങനെ ഒരു രൂപം പ്രത്യക്ഷമായത്? അതിന് ഇവിടെ തിരുവോസ്തിയിൽ തിരുമുഖം പ്രത്യക്ഷപ്പെടാൻ എന്താണ് കാരണം? മാത്രമല്ല, ഇവിടെ തിരുമുഖം പ്രത്യക്ഷപ്പെട്ടെങ്കിൽ വിളക്കന്നൂരിന് വേണ്ടി ദൈവം ഉണ്ടാക്കിയ പദ്ധതി എന്താണ്? വിളക്കന്നൂർ എന്താണ് ചെയ്യണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്? ഞാനിത് ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, വെച്ചാൽ
വിളക്കന്നൂര് ഈശോയുടെ തിരുമുഖം തിരുവോസ്തിയിൽ പതിഞ്ഞതിൻ്റെ കാരണം മൂന്നാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖ ഭക്തി ഇവിടെ നിന്ന് ആരംഭിക്കണമെന്നും മൂന്നാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി വിളക്കന്നൂർ മാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. അത് എൻ്റെ കണ്ണു തുറന്ന ഒരു വലിയ സംഭവമായിരുന്നു. അതുവരെ എന്തിനു വേണ്ടിയാണ് ഈ തിരുമുഖം ഇവിടെ പ്രത്യക്ഷപ്പെട്ടതെന്ന് ആർക്കും ഒന്നിന് അതേക്കുറിച്ച് പറയാൻ അറിയുണ്ടായിരുന്നില്ല. പക്ഷേ ആ മനുഷ്യൻ എന്നോട് അപ്രകാരം പറഞ്ഞു. പിന്നീട് അദ്ദേഹവുമായി ഞാൻ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലത്ത് മരിച്ചുപോയ ആ വന്യ പുരോഹിതൻ എന്നോട് ഇപ്രകാരം മൂന്നാം സഹസ്രാബ്ദത്തിൽ ലോകത്തിൽ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി, അതിൻ്റെ പ്രചാരക സ്ഥലമായി, തീർത്ഥാടന കേന്ദ്രമായി ഇത് മാറണം എന്ന് പറഞ്ഞത് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിലും എൻ്റെ ജനത്തിനും ഒരു പുതിയ ദിശാബോധം നൽകി. അതിനുവേണ്ടി പിന്നീടുള്ള കാലം ഞാൻ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 60 വർഷമായി തിരുമുഖ ഭക്തി എന്ന വാക്ക് ഞാൻ കേട്ടിട്ടില്ല. ഈശോയുടെ തിരുഹൃദയ ഭക്തി ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ ഈശോയുടെ തിരുമുഖ ഭക്തി എന്നൊരു പ്രാർത്ഥനാ ശൈലി ഞാൻ കേട്ടിട്ടില്ല. അത് ആ കാലഘട്ടത്തിൽ ഞാൻ ആ അച്ഛനോട് വീണ്ടും ചോദിച്ചു വെച്ചാൽ ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ച് എവിടെ നിന്നാണ് പഠിക്കാൻ പറ്റുക, അറിയാൻ പറ്റുക? അപ്പോഴാണ് മനസ്സിലാകുന്നത്, മാനന്തവാടിയിൽ ഒരു കുരിശുപള്ളിയിൽ ഈശോയുടെ ഒരു തിരുമുഖത്തിൻ്റെ നൊവേന, വളരെ ചെറിയ ഒരു നൊവേന, അത് മാനന്തവാടി രൂപത പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകമുണ്ട് എന്നറിഞ്ഞു. അത് കേട്ട ഉടനെ തന്നെ ആളുവിട്ട് ഞാൻ ആ പുസ്തകം സംഘടിപ്പിച്ച് അത് പഠിക്കാനും പിന്നെ തുടർന്ന് നെറ്റിലൊക്കെ തപ്പി എങ്ങനെയാണ് ഈ തിരുമുഖ ഭക്തിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് തീവ്രമായി ആഗ്രഹിക്കുകയും തിരുമുഖ ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ ഇടയാവുകയും ചെയ്തു. അത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റം വളരെ വ്യത്യസ്തമാണ്. വലിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവം നയിക്കുന്ന ഒത്തിരി വഴികളിലൂടെ അത് എന്നെ കൊണ്ടുപോയിട്ടുമുണ്ട്. അത് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഈ തിരുമുഖ നൊവേന എഴുതാനുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമുണ്ട്. ആ സാഹചര്യം എന്ന് പറയുന്നത്, ഈ തിരുമുഖ നൊവേന ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം അത് 2019 നവംബർ മാസത്തിൽ ഈശോയുടെ തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ 7ാം വാർഷികം വിളക്കന്നൂര് നടത്തുമ്പോൾ അഭിമന്യ ജോസഫ് പാംപ്ലാനി പിതാവാണ് ആദ്യമായി വിളക്കന്നൂര് ഒരു തിരുമുഖ നൊവേന ചൊല്ലിയത്. ആ തിരുമുഖ നൊവേന ചൊല്ലിയതിന് ശേഷം ആ ദിവസങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ 9 ദിവസം നീണ്ടു നിൽക്കുന്ന തിരുമുഖ പ്രത്യക്ഷീകരണത്തിൻ്റെ വാർഷികം ആഘോഷപൂർവ്വമായി നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അഭിമന്യ ലോറൻസ് മുക്കുഴി പിതാവ്, അഭിമന്യ റമീജൂസ് ഇഞ്ചനാനിൽ പിതാവ് തുടങ്ങിയിട്ടുള്ള അഭിമന്യ പിതാക്കന്മാരുടെ സാന്നിധ്യം ഇതൊരു വലിയ സംഭവമാക്കി മാറ്റിയിരുന്നു. അപ്പോൾ 1-ാം ദിവസം അഭിമന്യ പാംപ്ലാനി പിതാവ് ഈ നൊവേന ചൊല്ലിയിട്ട് ഇറങ്ങി വരുമ്പോൾ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞു, വേറൊരെണ്ണം എഴുതാവോ? അപ്പോൾ അതിനു മുൻപ് ഒരു 3 നൊവേന ഈ ഉള്ളവൻ എഴുതിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ എഴുതാം എന്ന് പറയുകയും ചെയ്തു. പക്ഷേ പിന്നീടുള്ള കാലം കൊറോണയുടെ കാലമായി, അതുപോലെ തന്നെ തിരുശേഷിപ്പ് തിരിച്ചു കൊണ്ടുപോകാൻ ഉള്ള സാഹചര്യമുണ്ടായി. ആ ഒരു കാലഘട്ടത്തിൽ പിന്നെ ഞാനത് അങ്ങനെ തൽക്കാലത്തേക്ക് അവിടെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ആ ഒരു കാലത്ത് 2021 നവംബർ മാസം 30-ാം തീയതി സാന്ദർഭികമായി ബഹുമാനപ്പെട്ട സേവർ ഖാൻ വട്ടായിലച്ചൻ വിളക്കന്നൂര് വന്നു. അദ്ദേഹത്തിൻ്റെ സെമിനാരിയിലെ പ്രദേശം ആ കൂട്ടത്തിലുണ്ടായിരുന്നു. മണിക്കൂറുകൾ അദ്ദേഹവും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ അവിടുത്തെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞ് പോകാൻ നേരത്ത് വട്ടായച്ചൻ എന്നോട് പറഞ്ഞു, വളരെ പ്രധാനപ്പെട്ട ഏതോ ഒരു കാര്യം ഉടനെ ഞാൻ ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ്? അപ്പോൾ എന്താണെന്ന് പറഞ്ഞില്ല, അച്ഛന് വെളിപ്പെടുത്തി തരും എന്ന് പറഞ്ഞു. അത് അപ്പോഴാണ് പാംപ്ലാനി പിതാവ് പറഞ്ഞത്, ഞാൻ ഇതുവരെ ചെയ്തില്ലല്ലോ എന്ന് ഓർക്കുകയും പെട്ടെന്ന് ഞാൻ അതിനായിട്ട് തയ്യാറാവുകയും ചെയ്തു. അപ്പോൾ ഒരു നൊവേന എഴുതുക എന്ന് പറഞ്ഞാൽ അതേക്കുറിച്ച് വളരെ കാര്യമായി പഠനം നടത്താതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല. അതുകൊണ്ട് അന്ന് വരെയുള്ള എൻ്റെ അറിവ് അനുസരിച്ച് 20-ാം നൂറ്റാണ്ടിൽ സിസ്റ്റർ മരിയ പിയറീന എന്ന ഒരു മിസ്റ്റിക്കിനെ ദൈവം
തിരുമുഖ ഭക്തിയുടെ പ്രചാരകയാക്കി ഉയർത്തിയിട്ടുണ്ടായിരുന്നു. വാഴ്ത്തപ്പെട്ടവരുടെ തലത്തിലേക്ക് 2010 ഉയർത്തപ്പെട്ട ആളാണ്. മിസ്റ്റിക്കിന് ലഭിച്ചിട്ടുള്ള ദിവ്യകാരുണ്യ തിരുമുഖ ഭക്തിയിൽ ഈശോ നൽകുന്ന 8 വാഗ്ദാനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. 8 വാഗ്ദാനങ്ങൾ. അപ്പോൾ ഈ 8 വാഗ്ദാനങ്ങളെ 8 കാരോസൂസയാക്കി മാറ്റാം എന്ന പ്രതീക്ഷയിലാണ് ഞാൻ ഈ നൊവേന എഴുതാൻ വേണ്ടി പള്ളിയിൽ തിരുമുഖത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പൊ 8 വാഗ്ദാനങ്ങൾ കിടപ്പുണ്ട്. അപ്പൊ ആ വാഗ്ദാനങ്ങളെ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമായി. അപ്പൊ അതുകൊണ്ട് മറ്റൊരു നൊവേനയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി എന്ന് എനിക്ക് ആദ്യം തോന്നിയത് ഇതാണ്. മറ്റേതെങ്കിലും ഒരു നൊവേന നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു വിശുദ്ധരോട് നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പുണ്യ യോഗ്യതകളാൽ ഈ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ തിരുമുഖ നൊവേനയിൽ അങ്ങനെ അല്ല. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ പരിപൂർണമായി ആശ്രയിച്ചുകൊണ്ട് ആ വാഗ്ദാനം എനിക്ക് തരണമേ എന്ന് തമ്പുരാന്റെ മുൻപിൽ പ്രാർത്ഥിച്ചാൽ അത് തരാതിരിക്കാൻ ദൈവത്തിനാവില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങളിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് 8 കാരോസൂസ എഴുതി. ആ 8 കാരോസൂസ നൊവേനയിൽ ഇപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. പിന്നീട് കാരോസൂസ പ്രാർത്ഥനകൾ എഴുതിയതിന് ശേഷം ബാക്കി തുടർന്ന് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു 2-3 വർഷങ്ങൾക്ക് മുൻപ് ഒരു പാതിരാവിൽ ചാടി എഴുന്നേറ്റ് എഴുതിയ ഒരു പാട്ട്. ഞാനൊരു പാട്ട് എഴുതുന്ന ആളൊന്നും അല്ല, അതിന് മുമ്പോട്ട് എഴുതിയിട്ടുമില്ല. പക്ഷെ ഒരു ദിവസം രാത്രി ഒരു 2 മണിക്ക് വളരെ സാന്ദർഭികമായി പെട്ടെന്ന് കവിത മനസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒരു കഷ്ണം പേപ്പർ എടുത്ത് ഞാൻ അപ്പോൾ തന്നെ എഴുതി. ഒരു 5 മിനിറ്റ് കൊണ്ട് അത് എഴുതി ഞാൻ ശാന്തമായി കിടന്നുറങ്ങി. അതിൻ്റെ ഒരർത്ഥം യഥാർത്ഥത്തിൽ എൻ്റെ ബുദ്ധിയോ എൻ്റെ ഭാവനയോ എൻ്റെ കഴിവോ അതിൽ ഇല്ല. വർണ്ണനാതീതമാം ദൈവത്തിൻ ദാനമേ, ഓ ദിവ്യ കാരുണ്യമേ, കൊല്ലപ്പെട്ടിട്ടും നിൽക്കുന്ന കുഞ്ഞാടെ ആരാധന, അങ്ങേക്ക് ആരാധന എന്ന പാട്ട് ഒരു രാത്രിയിൽ ഇങ്ങനെ എഴുതിയതാണ്. ആ പാട്ട് എഴുതിയത് 4-5 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഓടന്തോടുള്ള കാലത്താണ്. പക്ഷേ ആ ഗാനം പെട്ടെന്ന് ഈ നൊവേനയുടെ ആദ്യത്തെ പ്രാരംഭ ഗാനമാക്കിയിടാൻ ഇടയായി. അതൊരു വലിയ ചേഞ്ചായിരുന്നു. പിന്നീടുള്ളത് എല്ലാം ദൈവം എങ്ങനെ ഒരു വ്യക്തിയുടെ തൂലികയെ ചലിപ്പിക്കും എന്ന് അത്ഭുതത്തോടെ മാത്രമേ എനിക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ബൈബിളിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ഈശോയുടെ തിരുമുഖങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് എൻ്റെ തലയിൽ ആദ്യം കയറിയ ചിന്ത. അതിനു വേണ്ടിയിട്ട് ചെയ്തത് പ്രവാചക കാലഘട്ടം മുതൽ ജനം പ്രതീക്ഷിച്ചിരുന്ന ആ മിശിഹായുടെ മുഖം, അവിടെ മുതൽ ഇങ്ങനെ ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 75 ഭാവങ്ങൾ ആണ് എഴുതിയത്. ഇതിൽ 74 എണ്ണം എഴുതാൻ എനിക്ക് 2 മണിക്കൂർ മതിയായിരുന്നു. അതെങ്ങനെ ഇത്ര സ്പീഡിൽ ഇത് എഴുതിപ്പോയി എനിക്ക് ഇന്നും ഒരു അത്ഭുതമായി തോന്നുകയാണ്. എന്നാൽ അവസാനത്തെ 75-ാമത്തെ 74 കഴിഞ്ഞപ്പോൾ അതൊന്ന് ഒരു നമ്പർ ഒന്ന് പൂർത്തീകരിക്കട്ടെ, ഒരെണ്ണം എഴുതാമെന്ന് ഞാൻ കരുതിയിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് ആ 75-ാമത്തെ എഴുതാൻ പറ്റിയത്. അത് വെളിപാട് പുസ്തകത്തിൽ നിന്ന് ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുവാനിരിക്കുന്നവനും സർവശക്തനുമായ ഈശോയുടെ ആരാധ്യമായ തിരുമുഖമേ ഞങ്ങളോട് കരുണയായിരിക്കണമെന്ന് എഴുതി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യുകയായിരുന്നു. പിന്നീട് അതിൻ്റെ പ്രിൻറ്റിങ്ങിലേക്ക് വന്നപ്പോൾ ദൈർഘ്യം കൂടിപ്പോയത് കൊണ്ട് അത് 50 എണ്ണമാക്കി മാറ്റി. ഈശോയുടെ വ്യത്യസ്തമായിട്ടുള്ള 50 മുഖഭാവങ്ങളാണ് ഇതിലെ ലുത്തിനിയായിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായിട്ട് മറ്റു പ്രാർത്ഥനകളും ഗാനങ്ങളും കൂട്ടിച്ചേർത്ത് അത് പ്രിന്റ് ചെയ്യാനിടയായി. അതിൻ്റെ 3rd എഡിഷൻ ഇപ്പോഴും ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തിരുമുഖ ഭക്തി ലോകത്തിൽ പ്രചരിപ്പിക്കുക എന്നുള്ളത് ജീവിതത്തിൽ ഒരു വലിയ മോഹമായി മാറുകയും തീവ്രമായ ഒരു ആഗ്രഹമായി മാറുകയും അതിന് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ അനുഭവങ്ങൾ പങ്കുവെച്ച് കേൾക്കുമ്പോൾ തന്നെ നമുക്കും ആ ഒരു ഭക്തി സ്വാഭാവികമായിട്ടും വർദ്ധിക്കുന്ന ഒരു അനുഭവമാണ് ഫീൽ ചെയ്യുന്നത്.
കാരണം നമുക്കറിയാം, ഒരു ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു വ്യത്യസ്തത അനുഭവവേദ്യമാവും. തീർച്ചയായിട്ടും അച്ഛനോട് സംസാരിക്കുമ്പോഴും ഈ ഒരു ഫീലിംഗ് ഇന്റർവ്യൂ ചെയ്യുന്ന എനിക്ക് തന്നെ അത് അനുഭവവേദ്യമാകുന്നുണ്ട്. അവസാനമായി വെച്ചാൽ നമ്മൾ ഈ ഒരു ദിവ്യകാരുണ്യം തുടർ പഠനത്തിന് വേണ്ടി പിന്നീട് നമ്മൾ റോമിലേക്ക് അയക്കുന്നുണ്ട്. അത് അച്ഛൻ്റെ സമയത്താണല്ലോ നടക്കുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടാണ് വീണ്ടും റോമിലേക്ക് കൊണ്ടുപോകാൻ കാരണമായത്? അതിനകത്ത് എന്താണ് എന്നുള്ളത് അച്ഛൻ പറയാം. അത് ഒരു വലിയ ദൈവ നിയോഗമായി ഞാൻ കാണുന്നു. ഞാൻ അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന തീർത്ഥാടകർ വളരെ ഭക്തിയോടെ അനേകർ പ്രാർത്ഥിച്ച് കടന്നു പോകുന്ന, അനുഗ്രഹം പ്രാപിച്ച് കടന്നു പോകുന്നത്, നൊവേനയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അപൂർവമായ ചിലർ വന്ന് വളരെ സംശയത്തോടെ കാണുകയും അതിനെ വളരെ നിഷേധാത്മകമായി തിരുശേഷിപ്പിൻ്റെ മുൻപിൽ പെരുമാറുകയും യാതൊരു ആദരവും കൊടുക്കാതെ നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്ന ഒരാളുടെ ചങ്കിൽ വേദനയുണ്ടായി. അപ്പോൾ ഇതെങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? അതായിരുന്നു പിന്നീടുള്ള എൻ്റെ ഒരു വലിയ ചിന്ത. എന്ന് പറഞ്ഞാൽ, ഇനി ഒരാളും ഇതിനെ സംശയിക്കാത്ത വിധത്തിൽ ഔദ്യോഗികമായി സഭ ഇത് ദിവ്യകാരുണ്യ അത്ഭുതമാണ് എന്ന് സഭ പറയണം. സഭ പറയണമെങ്കിൽ അതിനു മുൻപ് ഇത് ശാസ്ത്രീയമായ പഠനങ്ങൾക്ക് വിഷയമാക്കണം. അപ്പം അതുകൊണ്ട് ജനക്കൂട്ടത്തിനിടയിൽ നിന്ന് വന്ന ചില വ്യക്തികളുടെ പെരുമാറ്റം എന്നെ വേദനിപ്പിച്ചപ്പോൾ ആത്മാർത്ഥമായി മറ്റൊരു പ്രാർത്ഥന മനസ്സിൽ രൂപപ്പെടുകയായിരുന്നു. ഒന്ന്, ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾ നടത്താനുള്ള അവസരം ഉണ്ടാകണം. രണ്ട്, അതിൻ്റെ പശ്ചാത്തലത്തിൽ സഭ ഔദ്യോഗികമായി ഇതുവരെ നടന്ന ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ പോലെ ഇതും വിളക്കന്നൂര് നടന്ന ദിവ്യകാരുണ്യം യഥാർത്ഥത്തിൽ ഈശോയുടെ തിരുസാന്നിധ്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടലാണ് എന്നത് സഭ ഔദ്യോഗികമായി പറയണം എന്നത് എൻ്റെ തീവ്രമായ ആഗ്രഹമായിരുന്നു. വ്യക്തിപരമായി പലരോടും ഞാൻ അതിനു വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് കാക്കനാട് സിനഡ് നടക്കുന്ന സമയത്ത് 2020 ജനുവരി മാസം 11-ാം തീയതി വിളക്കന്നൂരിൽ നിന്ന് ഈ തിരുവോസ്തി ഇടവക ജനത്തിൻ്റെ സമ്മതത്തോടുകൂടെ കാക്കനാട് എത്തിച്ചു തരണമെന്ന് പറഞ്ഞു. ജനത്തെ ഇത് നന്മയ്ക്ക് വേണ്ടിയാണെന്നും വിളക്കന്നൂർ ഇടവയിൽ അതിലൂടെ ലഭിക്കാൻ പോകുന്നത് വലിയ അനുഗ്രഹമാണെന്നും സംശയലേശമന്യേ ഈ തിരുവോസ്തിയിൽ എല്ലാവരും വിശ്വസിക്കുന്നത് കാണാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അതുപോലെ തന്നെ ലോകത്തിൽ അറിയപ്പെടുന്ന കേന്ദ്രമായി ഇത് വളരാനും ഇപ്പോൾ നാം തിരുവോസ്തി അഭിയന്ന പിതാക്കന്മാർ പറയുന്നതനുസരിച്ച് അക്ഷരാർത്ഥത്തിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് പറഞ്ഞത് എൻ്റെ ജനം വിശ്വസിച്ചു, എൻ്റെ ജനം കാത്തിരുന്നു, എൻ്റെ ജനം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ 31-ാം തീയതി സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും അത് വിളക്കന്നൂർ സമൂഹത്തിന് മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ നൽകുന്ന ആത്മനിർവൃതി, ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണിത്. ആ സ്വപ്ന സാക്ഷാത്കാരം അതിൽ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ട്. ഞങ്ങൾക്കറിയാം, ഇതിലൂടെ അനേക ലക്ഷങ്ങൾക്ക് ദൈവത്തിൻ്റെ തിരുമുഖത്തോടുള്ള ഭക്തിയിൽ വളരാനും അങ്ങനെ തിരുമുഖ ഭക്തിയിലൂടെ ലോകത്ത് അനേക അത്ഭുതങ്ങൾ സംഭവിക്കാനും കൃപകൾ സ്വീകരിക്കാനും അങ്ങനെ പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുവാനും പരിശുദ്ധ കുർബാനയിലുള്ള ഈശോയുടെ സജീവമായ സാന്നിധ്യത്തെ വിശ്വസിക്കാനും ഈശോയെ സത്യമായും അത് വ്യക്തിയാണെന്ന്, ഈശോ എന്ന വ്യക്തിയാണ് തിരുവോസ്തിയിൽ സന്നിഹിതനായിരിക്കുന്നതെന്ന് വിശ്വസിക്കാനും വിശ്വസിച്ച് ആരാധിക്കാനും വിശ്വസിച്ച് തിരുവോസ്തിയെ ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കാനും അങ്ങനെ ദിവ്യകാരുണ്യ പ്രേക്ഷിതരായി തീരാനും 3-ാം സഹസ്രാബ്ദത്തിലെ തിരുമുഖ ഭക്തിയുടെ കേന്ദ്രമായി ഈ പ്രദേശം മാറാനും അതുവഴി ലോകവും സഭയും ഈ പ്രദേശവും വളരാനും ഇടയാകുമെന്ന അതിനുള്ള അവസരം ഉണ്ടാക്കിയ ഇതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അഭിയന്യ പിതാക്കന്മാർ ദൈവത്തിൻ്റെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കി വളരെ ആത്മാർത്ഥമായി അതിനോട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ വിളക്കന്നൂർ ഇടവകയിലെ ദൈവജനം ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ധന്യമായി തീരുകയാണ് ഞങ്ങളുടെയൊക്കെ ജന്മങ്ങൾ. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ അതൊരു ശാസ്ത്രീയ പഠനത്തിന് വിട്ടു നൽകണമെന്നുള്ള അച്ഛനൊരു ആഗ്രഹമുണ്ടായിരുന്നു.
അത് ഒരു വലിയ കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയുന്ന ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഒരു അത്ഭുതം നടക്കും. നമുക്കറിയാം, എവിടെ അത്ഭുതം നടന്നാലും സംശയദൃഷ്ടിയോടെ വീക്ഷിക്കുന്ന ഒരു സമൂഹമുണ്ട്. നമുക്ക് സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. കാരണം പല കബളിപ്പിക്കലും പറ്റിക്കലുകളും ഇതിൻ്റെ പേരിൽ നടക്കുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ ഇതിനകത്ത് കലർപ്പില്ല, ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല, അല്ലെങ്കിൽ ഇതിനകത്ത് മറ്റ് മാൽപ്രാക്ടീസുകളോ ഒന്നുമില്ല എന്ന് തെളിയിക്കപ്പെടേണ്ടത് അവരെക്കാൾ ഉപരി നമ്മുടെ ഒരു ആവശ്യം കൂടിയാണ്. കാരണം ദൈവനാമത്തിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ ഇപ്രകാരമുള്ള പറ്റിക്കലുകൾ ഒരിക്കലും ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല. ബഹുമാനപ്പെട്ട വലിയമറ്റം പിതാവ് സൂചിപ്പിച്ചൊരു കാര്യമാണ്, പല കബളിപ്പിക്കലും അല്ലെങ്കിൽ ഇപ്രകാരമുള്ള തെറ്റിദ്ധാരണകൾ പരത്തുന്ന തരത്തിലുള്ള കാര്യങ്ങളും അന്ന് കേരളത്തിൽ പലയിടങ്ങളിൽ നടന്നിരുന്നു എന്നുള്ളത്. അച്ഛനും വ്യക്തിപരമായ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്രകാരം തുടർ പഠനം നടത്തുവാനായിട്ടും അച്ഛൻ മുതിർന്നത്. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ 99.6% സിമിലാരിറ്റി, അന്നും സംഭവിച്ച അതേ സിമിലാരിറ്റി ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നു എന്നാണ് പഠനം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായിട്ടും അത് തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ്, ഇത് ഒരു പറ്റിക്കലോ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും വരച്ചു വെച്ചതോ ഒന്നുമല്ല. ഇത് സത്യമായും തെളിയപ്പെട്ട ദൈവത്തിൻ്റെ ഒരു അടയാളമാണ് എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ള അച്ഛാ, ഇപ്രകാരം നമുക്കറിയാം, ഇതൊരു ക്രൈസ്തവ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്കും വിശ്വാസത്തിലേക്ക് കടന്നു വരാനായിട്ടുള്ളൊരു മാർഗമാണ്. നമ്മൾ ആരെയും നിഷേധിക്കാനോ ആരെയും തള്ളിപ്പറയാനോ ഒരു മതത്തെയും വിമർശിക്കാനോ കുറ്റപ്പെടുത്താനോ നമ്മൾ പോകാറില്ല. സത്യദൈവമായ മിശിഹായിൽ വിശ്വസിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ കടന്നു വരുന്ന ഒരാളെ പിടിച്ചാദ്യം നമ്മൾ അവനെ മാമൂസ ക്രിസ്ത്യാനിയാക്കാമെന്ന് നമ്മൾ ആരും പറയാറില്ല. അവനെ പഠിക്കാനും ഇപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ അവസരം കൊടുത്തതിന് ശേഷം ഏറ്റവും അവസാനമാണ് പരിശുദ്ധ മാമോദീസ നമ്മൾ അവന് കൊടുക്കുന്നത്. അച്ഛൻ ഉണ്ടായിരുന്ന അവസരങ്ങളിൽ മറ്റ് മതസ്ഥരായിട്ടുള്ള ആളുകൾ ധാരാളം അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ടാകാം, അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടാകാം. അവർക്ക് ഇതിനോടുള്ള സമീപനം എപ്രകാരമായിരുന്നു എന്ന് അച്ഛനോട് പറയാൻ പറ്റും? തീർച്ചയായും അനേകർ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായ മതവിഭാഗങ്ങളിൽപ്പെട്ടവർ ധാരാളം വരാറുണ്ട്. ഇപ്പോഴും പ്രത്യേകിച്ച് വിളക്കന്നൂർ പ്രദേശത്തുള്ള മറ്റ് മതത്തിൽപ്പെട്ടവർ അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തിരുനാൾ ആഘോഷങ്ങളിലൊക്കെ അവരുടെ സജീവമായ സാന്നിധ്യം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊക്കെ വിളക്കന്നൂര് ദിവ്യകാരുണ്യ അത്ഭുതത്തോട് ആത്മാർത്ഥമായ സ്നേഹവും ആദരവും എല്ലാം ഉണ്ട്. പിന്നെ ഇതേക്കുറിച്ചൊക്കെ പറയുകയും നമ്മളത് എങ്ങനെ എടുക്കുന്നു അതിനെ ആശ്രയിച്ചാണ് ബാക്കി കാര്യങ്ങൾ. ഒറ്റ കാര്യം കൊണ്ട് പറഞ്ഞ് ഞാനത് അവസാനിപ്പിക്കാം. അത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ 2.5 വർഷമായി ICUവിൽ ഞാൻ കിടന്ന 7 ദിവസമല്ലാതെ ബാക്കി എല്ലാ ദിവസവും രാവിലെ ഈ ജപമാല ചൊല്ലിക്കൊണ്ടാണ്, ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഏൽക്കുന്നത്. ഈ നൊവേന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഉറങ്ങാൻ കിടക്കുന്നത്. എനിക്കത്രയും വിശ്വാസം ഈ നൊവേനയിലും അതിൻ്റെ ഫലസിദ്ധിയിലുമുണ്ട്. എത്രയോ അനുഭവങ്ങൾ എനിക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിലെയും സ്വന്തം ജീവിതത്തിലെയും എനിക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തിരുമുഖ ഭക്തി വളരട്ടെ, അതാണ് എൻ്റെ ആഗ്രഹവും എൻ്റെ പ്രാർത്ഥനയും. തിരുമുഖത്തിൻ്റെ തീർത്ഥാടന കേന്ദ്രമായി വിളക്കന്നൂർ മാറട്ടെ, അതാണ് എൻ്റെ ആശംസ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛ. ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അച്ഛൻ ഒത്തിരിയേറെ സമയം അച്ഛൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഒത്തിരിയേറെ നമ്മുടെ പ്രേക്ഷകരോട് അച്ഛൻ പങ്കുവച്ചു. അച്ഛൻ വളരെ ഭക്തിപൂർവ്വം അവിടെ ആയിരുന്നുകൊണ്ട് ഇപ്രകാരമുള്ള തിരുമുഖ ഭക്തി വളർത്തുന്ന പല കാര്യങ്ങളും അവിടെ ചെയ്യുകയുണ്ടായി. ഒരു നൊവേന എഴുതി, മാത്രമല്ല പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ദൈവം അച്ഛനെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണെന്ന് അച്ഛൻ വിശ്വസിക്കുകയും അത് മാത്രമല്ല അച്ഛൻ്റെ സംഭാഷണത്തിലൂടെ അത് ഞങ്ങൾക്ക് ബോധ്യമാവുകയും ചെയ്തു. അച്ഛനിലൂടെ ദൈവം ഒത്തിരിയേറെ കാര്യങ്ങൾ അവിടെ ചെയ്യുവാനിടയായി. ഇനി മാത്രമല്ല ദൈവം തന്ന വലിയ സൗഭാഗ്യമാണ്. കാരണം അച്ഛൻ തൊട്ടടുത്ത ഇടവകയിൽ ഇപ്പോൾ സേവനം ചെയ്യാനായിട്ട് സാധിക്കും. അച്ഛൻ തോന്നുമ്പോൾ ഒക്കെ വേണമെങ്കിൽ അവിടെ പോയി പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ഒരു വലിയ അവസരം ദൈവം അച്ഛന് തന്നിട്ടുണ്ട്. പ്രിയമുള്ള അച്ഛൻ, ഒത്തിരിയേറെ സന്തോഷം ഞങ്ങളുടെ ഈ ടെൽമി ക്രിയേഷനിലൂടെ ഇപ്രകാരമുള്ള വ്യക്തിപരമായ അനുഭവങ്ങൾ അച്ഛൻ പങ്കുവച്ചതിൽ. തുടർന്നും അച്ഛൻ്റെ ജീവിതത്തിൽ ഇപ്രകാരം 3-ാം സഹസ്രാബ്ദത്തിൽ ഈശോയുടെ തിരുമുഖം, അതൊക്കെ വലിയ അർത്ഥങ്ങൾ നൽകുന്ന കാര്യങ്ങളാണ്. ഈശോയുടെ തിരുമുഖം അതിൻ്റെ ഭക്തി വളർത്തുവാനായിട്ട്, അതിൻ്റെ ഒരു പ്രചാരകനായിട്ട് അല്ലേ, നാളുകൾക്ക് ശേഷം ഒരു വേദപാരംഗതൻ എന്നൊക്കെ രീതിയിലൊക്കെ നമുക്കറിയത്തില്ലല്ലോ ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണല്ലോ. അപ്പോൾ അപ്രകാരം ഒരു നമുക്കറിയാം ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്നതിൽ അച്ഛനൊരു വലിയ ഉത്തരവാദിത്വം ദൈവം ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. അത് അച്ഛൻ ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ. പ്രത്യേകിച്ച് ഈശോയുടെ തിരുമുഖ ഭക്തി വളർത്തുവാനായിട്ട് അപ്രകാരം ഒരു വിശ്വാസം ആളിലെ എത്തിക്കുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. വെൽക്കം.